ഈ കാണുന്ന മുഴുവൻ മീനിനും കൂടി ഞങ്ങൾ 100 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പൊ ഇത്രയും വില കുറച്ച് മീൻ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ഞാനും അമ്മയും കൂടിയാണ് മീൻ വാങ്ങാൻ പോയത്. ഞങ്ങൾ രണ്ടാളും കൂടി വന്നത് ബീച്ച് റോഡിനാണ്. ബീച്ച് റോഡ് വളരെ മോശമാണ്, പക്ഷേ നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം. പോണ വഴിക്ക് സൈഡിൽ നിന്ന് വല വീണ ആൾക്കാരെ കാണാം. ഇവര് 2 സ്റ്റെപ്പ് കടലിലേക്ക് എന്ന് വെച്ചാൽ തിരയെ തന്നെ ഇറങ്ങി നിന്നിട്ട് വീണിട്ട് ഏട്ടന്മാർ ഒരുപാട് മീൻ ഇവർക്ക് കിട്ടുന്നുണ്ടോ. അതിന്റെ കാഴ്ചകൾ കുറച്ചു നേരം നോക്കിന്ന് പിന്നെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. ലേശോടി മുന്നോട്ട് പോകുന്നൊക്കെയാണോ റോഡിന്റെ കണ്ടീഷൻ വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മഴക്കാലം കഴിഞ്ഞ് നിൽക്കാണോ റോഡിന്റെ വളരെ അബദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. 3 ബസ് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനെക്കാട്ടും മോശം ഒരു ബസ് സർവീസ് ഒക്കെ ഉള്ള റോഡ് കേരളത്തിലുണ്ടോയെന്ന് തോന്നുന്നില്ല. ഇതാണ് കേട്ടോ കൊയിലാണ്ടി ഹാർബർ. ഇവിടെയാണ് ഞങ്ങൾ മീൻ വാങ്ങാൻ വന്നത്. കൊയിലാണ്ടിയിൽ ഏറ്റവും വില കുറവിൽ മീൻ കിട്ടുക എവിടെയായിരിക്കും? ഇതിനെക്കാട്ടും വില കുറവിൽ അവിടെ കിട്ടും ഇവിടെ കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഏതൊരാൾക്ക് വന്നാലും, അതായത് മീനുമായിട്ട് വലിയ ടച്ച് ഒന്നും ഇല്ലാത്ത ആൾക്ക് വന്നാലും വലുതായിട്ട് വില പേശേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ട് തന്നെ ഇത്രയും വിലക്കുറവിലാണ് ഇവർ മീൻ കൊടുക്കുന്നത്. കിലോ ചെമ്മീൻ ഇവിടെ 120-130 രൂപയാണ് വിൽക്കുന്നത്. 1 കിലോ ചെമ്മീൻ ഞങ്ങൾ വാങ്ങി. ഈ മൊത്തം മീനും കൂടി പലതരം മീനിന് 100 രൂപയാണ്. മുമ്പ് ഒരു വാരൽ വാരിയിട്ട് 100-നാണ് വിൽക്കുന്നത്. ഒരു കവർ നിറച്ചുണ്ടാവും. നമ്മളെ വീട്ടിലേക്ക് തന്നെ ഒരു 2-3 ദിവസം എടുക്കുകയും ചെയ്യാം, വേണമെങ്കിൽ അടുത്ത വീട്ടിൽ കൊടുക്കുകയും ചെയ്യാം. അത്രയും സാധനം ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഐസ് ഇടാത്ത മീനാണ്. കടലിൽ നിന്ന് ഡയറക്റ്റ് പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുന്നതിനെ കൊണ്ട് കേരളത്തിലുള്ള ഒരുവിധ എല്ലാ ഫിഷിംഗ് ഹാർബറിലും ഇതേമാതിരി തന്നെ വില കുറച്ച് നല്ല ഫ്രഷ് മീനും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.